ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു നീണ്ട ഇടവേളകൾക്ക് ശേഷം നമ്മളൊരു കുഞ്ഞു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് കുറേ ദിവസങ്ങൾ മുമ്പ് നമ്മളൊരു ചെറിയൊരു യാത്ര പോയതിൻ്റെ വീഡിയോ എടുത്തു വെച്ചതാണ്. പക്ഷേ ഇത്ര നാളായിട്ട് ഇടാനുള്ള മടി കാരണവും പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണവും ഒക്കെ അങ്ങനെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇതാ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ അടുത്ത് തന്നെ മൂന്നാർ പോവാണ്. ഈ പാലം കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമ്മൾ ഒരു കുറേ നാളായിട്ട് എങ്ങോട്ടും പോകുന്നൊന്നുമില്ല. പിന്നെ നോമ്പ്, പെരുന്നാൾ, അങ്ങനെ പിന്നെ വീട്ടിൽ പോയി വെക്കേഷൻ ടൈം, അങ്ങനെയൊക്കെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞപ്പം കുറേ നാളായി അങ്ങോട്ട് ഇറങ്ങുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ചെറിയൊരു ഒരു റിലാക്സേഷന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇവിടം വരെ പോയിട്ട് വരാമെന്ന് ഓർത്ത് അങ്ങനെ പോവാണ്. അപ്പോൾ നമ്മുടെ കൂടെ എന്തായാലും ഇന്ന് ജോയിൻ ചെയ്യുന്നത് എൻ്റെ കസിനും പിന്നെ അവളുടെ ഹസ്ബൻഡും റീസെൻ്റായിട്ട് കല്യാണം കഴിഞ്ഞ നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ അവർ രണ്ടുപേരാണ് നമ്മളോട് ജോയിൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒന്നിച്ച് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ളുഹർ ടൈമായപ്പം പള്ളിയിലൊക്കെ കയറി നമസ്കാരം കാര്യങ്ങളൊക്കെ അവർ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി ഒരു നാടൻ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ യാത്ര തുടങ്ങി. ഇപ്പോൾ നമ്മൾ വട്ടവടയിലേക്കാണ് പോകുന്നത്. പക്ഷേ നമുക്ക് വട്ടവട വരെ എത്താൻ പറ്റിയില്ല. കാരണം നമ്മളിത് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ അങ്ങനെ പോയൊരു ട്രിപ്പല്ല. പെട്ടെന്ന് നമ്മൾ സഡനായിട്ട് പ്ലാൻ ചെയ്തു. പെട്ടെന്ന് നമുക്ക് എന്നാൽ പോകാം എന്നൊക്കെ ഓർത്തപ്പോൾ നമ്മൾ ടൈമൊന്നും കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിന് എത്താൻ പറ്റിയില്ല. ഒരു 6 o'clock ആകുമ്പം വട്ടവട ഫോറസ്റ്റ് ഏരിയ ക്ലോസ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതൊന്നും നമ്മൾ ഓർത്തില്ല. പെട്ടെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഇങ്ങനെ ഒരു ട്രാവൽ ചെയ്ത് പോകാം, അത്രേ ഉള്ളൂ നമ്മൾ ചിന്തിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, ചായ കുടിച്ചു, ഫുഡ് കഴിച്ചു, കുറേ ഫുഡൊക്കെ കഴിച്ചു, അതും ഇതൊക്കെ കഴിച്ചു. പിന്നെ കപ്പിൾസ് ഞാൻ വീഡിയോ എടുത്ത് പറയാതെ അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ അവരെന്ത് ഫൈറ്റ് സീക്വൻസ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ റിലാക്സ് ചെയ്ത് ഒട്ടും ഭയങ്കര ഹറിബറി ആയിട്ടുള്ള ഒരു ലൈഫിൽ നിന്നും ചെറിയൊരു ഇതിന് വേണ്ടി നമ്മളിങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മൾ പിന്നെന്താണ് ഇതൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് പ്രത്യേകിച്ച് നമുക്ക് മൂന്നാർ എന്ന് പറയുമ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ ഒന്നും പറയാനില്ല. നമ്മൾ കുറേ ഫുഡ് കഴിച്ചു, ചില്ല് ചെയ്തു, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ ക്ലോസ്ഡായി. പിന്നെ ഒരു നല്ലൊരു സൺസെറ്റൊക്കെ കണ്ടു. ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. ഭയങ്കര നല്ല വെതറൊന്നും അല്ലായിരുന്നു. ശരിക്കും സത്യം പറയാണ്, വെതറൊന്നും അത്ര വലിയ നല്ലതൊന്നും അല്ലാതെ എല്ലാവർക്കും അറിയായിരിക്കും. തണുപ്പൊക്കെ പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വെറുതെ ജസ്റ്റ് ഈ കാട്ടിനകത്തിൽ കൂടെയൊക്കെ പോകുമ്പം ആ ഒരു ക്ലൈമറ്റൊക്കെ കുറച്ച് ബെറ്ററായിരുന്നു. നമ്മുടെ ഒരു നോർമൽ ക്ലൈമറ്റിനേക്കാളും കുറച്ച് ബെറ്ററായിരുന്നു ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ ഉള്ള ഒരു ആശ്വാസം മാത്രമേ കിട്ടിയുള്ളൂ. അല്ലാതെ വലിയ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇങ്ങനെ തന്നെ ട്രാവൽ ചെയ്ത് പോയി, തിരിച്ച് ട്രാവൽ ചെയ്ത് വന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ശരിക്കുള്ള ഒരു സൊഹാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ. ചുമ്മാ ഇങ്ങനെ പോകാൻ അവന് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണത്. ബൈക്കിൽ ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ, ഒന്നും ഭയങ്കര ഒരു തിരക്കൊന്നുമില്ലാതെ ചുമ്മാ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകാൻ, അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കുന്നത് നല്ലതായിരിക്കും. അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ലതായിരിക്കും. അത് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു രാവിലെ ഒരു 11-12 മണി ഒക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമുക്ക് ജസ്റ്റ് ഒരു 2.5-3 hours ഉള്ളൂ. പെട്ടെന്ന് എത്തുന്ന പോലെ തോന്നിയിട്ടുണ്ട്. നമുക്കല്ലേ വലിയ ദൂരമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ നല്ലതായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇതിനകത്ത് കാണിക്കാൻ എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാനിപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ തന്നെയാണ് എനിക്ക് മനസ്സിലായത്. പ്രത്യേകിച്ച് ഇതിൽ ഒന്നും തന്നെ ഇല്ല. ചുമ്മാ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു, ചുമ്മാ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നു, അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു കുഞ്ഞു ഡേയിലെ വിശേഷം. ജസ്റ്റ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു കാണുമ്പോൾ ഒരു രസം, അതിന് വേണ്ടി മാത്രം എടുത്ത് വെച്ചേക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ എന്തായാലും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മാത്രം. ഇതിൽ കണ്ടൻറ്റൊന്നും ഇല്ല. പക്ഷെ എന്നാലും അവസാനമായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, മന്തിയൊക്കെ കഴിച്ച് നമ്മളങ്ങനെ പിരിയായിരുന്നു. നമ്മൾ നേരെ വീട്ടിലേക്കും പോയി, അവർ നേരെ വീട്ടിലേക്ക് പോയി. അത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബായ്.